ഈ നാച്ചുറലായ മതങ്ങൾക്ക് ബഹുസ്വരമായിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ജൂയിഷ് സയൻസോ അല്ലെങ്കിൽ ജൂയിഷ് സയൻസോ ഇസ്ലാമിക് സയൻസോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഈ പറയുന്ന സയൻസോ എന്ന് പറഞ്ഞ സാധനമില്ല. അത് അവർ പിന്നെ ഉണ്ടാക്കിയെടുത്താണ്. പക്ഷേ ഇതിൽ എല്ലാം ഉണ്ട്. ആയുർവേദമുണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്, എല്ലാം ഇതിന്റെ ഭാഗമാണ്. യോഗയുണ്ട്. ഈ നാച്ചുറൽ റിലിജൻ സമഗ്രമാണ്. അതൊരു കടൽ പോലെയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ പോണ്ടുകളാണ്. മനസ്സിലായി? ഇത് അട്രാക്റ്റീവായി തോന്നും. അല്ലെങ്കിൽ ഇത് അമ്മൂണിശ്ശേരി എല്ലാവർക്കും സമത്വം വേണം, എല്ലാവർക്കും സ്വന്തമായി സ്വത്ത് തുല്യമായി വായിക്കണം, നമ്മൾ അട്രാക്റ്റഡ് ആവും. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി ഇസ് നോട്ട് പോസിബിൾ. അസമത്വം വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ കേപ്പബിലിറ്റീസ് ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അത് ആണ്. ഈ ലോകത്തെല്ലാം നിങ്ങൾക്ക് സമത്വം എന്നല്ല, അസമത്വമാണ് കൂടുതൽ. അത് നാച്ചുറലാണ്. പിന്നെ ഈ ജാതി എന്നൊക്കെ വന്നിട്ട് പറയാം. പിന്നെ വേറെ ചില ഹിന്ദു മതം ഉണ്ടായിട്ട് ചില ആളുകൾക്ക് വന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ മതമാണ് ഹിന്ദു മതം. അതിന് മുമ്പ് എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? അത് ഇവന്മാർ പറയുന്നത് വെച്ചാൽ ഈ ബ്രിട്ടീഷുകാർ സെൻസസ് നടത്തിയപ്പോൾ ക്രിസ്ത്യാനികൾ അവർക്കറിയാം, മുസ്ലിങ്ങളെ അറിയാം, ജൂതന്മാരറിയാം, പാർസികളറിയാം, ഹിന്ദുക്കളറിയില്ല. ഇതിലൊന്നും പെടാത്ത ആളുകളെല്ലാവരും ഇത് മതം ഉണ്ടാക്കി ഹിന്ദു എന്നോ അതിലും ഉൾപ്പെടുത്തി. അതിന് അവരുടെ കുഴപ്പം. അങ്ങനെ ഒരു വിഭാഗം ഉള്ളതുകൊണ്ടാണല്ലോ അവർ ഉൾപ്പെടുത്തിയത്. അതിനുശേഷം ആ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അന്നാണ് ഹിന്ദുമതം ഉണ്ടായിരുന്നത്. മണ്ടന്മാരല്ല, അവന്മാർ ശരിക്കും കാഞ്ഞ ബുദ്ധിയുള്ളവന്മാരാണ്. ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവം? അങ്ങനെയല്ല. അത് നിങ്ങളെ മതത്തെ പോലെ ഒരു മതമായിട്ട് ഹിന്ദു മതത്തെ കാണാൻ തുടങ്ങി അതിന് ശേഷം. കാരണം നിങ്ങളെ മതത്തിൽ എന്താണ്? ഒരു ചട്ടക്കൂടുണ്ട്. ഇന്ന് സംഭവം. അത് നിങ്ങളൊരു പിന്നെ സായിപ്പന്മാർ ചെയ്തൊരു കാര്യം, ഹിന്ദു മതത്തിൽ നിന്ന് ഭഗവത്ഗീത എടുത്തു. ഇതാണ് ഇതിൻ്റെ ബേസിക് സാധനം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി. കോടതിയിൽ ഇത് വെച്ചു, ഖുർആനും ബൈബിളും പിന്നെ ഭഗവത്ഗീതയും വെച്ചു. അത് നിങ്ങളുടെ പ്രശ്നമാണ്. ഹിന്ദുമതം അന്നും ഇന്നും കടൽ പോലെ കിടക്കുന്ന ഒരു സാധനമാണ്. നിങ്ങളതിൽ വന്ന് നിങ്ങളെ മതം പോലെ സാധനം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ കാണുന്നത്. അത് നിങ്ങളുടെ പ്രോബ്ലമാണ്. മനസ്സിലായില്ലേ? അതെ. നിങ്ങളെയൊക്കെ ഈ മതം ഇവിടെ ഉണ്ടാക്കിയ ആളുകൾ, നിങ്ങളെ മതം ഉണ്ടാക്കിയ ആളുകൾ, ഫോർ എക്സാമ്പിൾ നമ്മളെ 3 ഉണ്ടാക്കിയ ആളുകൾ, ഒരു എബ്രഹാം മൂപ്പര വാപ്പ ഈ ഹിന്ദുമതം പോലെ മതത്തിൽ വിശ്വസിക്കുന്ന ആളായില്ല. മനസ്സിലായില്ലേ? പിന്നെ ഈ ഇന്ന് പറയുന്ന ഈ ടെക്നോളജിയും വികാസമൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? ഇത് യൂറോപ്പിലുണ്ടായ ടെക്നോളജിൻ്റെ ഒക്കെ വികാസത്തിന്റെ അടിസ്ഥാനം വെച്ചാൽ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോയ നോളജാണ്. അത് പിന്നെ അവർ ടെക്നോളജിയാക്കി മാറ്റിയതാണ്. അത് ന്യൂട്ടനൊക്കെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി യൂറോപ്പിന്റെ നോളജിന്റെ അടിസ്ഥാനം എന്താണ്? ഈ സെമറ്റിക് മതങ്ങൾക്ക് മുമ്പ് അരിസ്റ്റോട്ടലിലെ മറ്റും കാലഘട്ടത്തിൽ ഉണ്ടായ കണ്ടുപിടുത്തങ്ങളാണ്. അത് കഴിഞ്ഞ് ലോക ചരിത്രത്തിൽ ഈ സെമറ്റിക് മതങ്ങൾ വന്നതിന് ശേഷം ഏതാണ്ട് 1700 വരെയുള്ള കാലഘട്ടം ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഇന്ന് കാണുന്ന സയൻസും ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നു. പിന്നെ ജൂതന്മാരും അത് എടുത്തത് ഇവിടുന്നാണ്. അല്ല, ജൂതന്മാർ വീട്ടിൽ കൊണ്ടുവന്നല്ല, ഇവിടുന്ന് എടുത്താണ്. ഈ ഗ്രീക്കോ റോമൻ ട്രഡീഷൻ എടുത്താണ്. അപ്പം ഈ പരീക്ഷണം നടത്തിയ പിന്നെ സയന്റിസ്റ്റുകൾ ആ സമയത്ത് ചിലപ്പോൾ അവർ ക്രിസ്ത്യാനിയോ ജൂതനോ ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും. പക്ഷേ ഇതിന്റെ സാധനം വരുന്നത് എവിടുന്ന? ഇതിനെത്രയും കാലം തടഞ്ഞു വെച്ച ആരാ? അതെ. അപ്പൊ ഈ സയന്റിഫിക് പുരോഗതികൾക്കെല്ലാം കാരണം, ഇന്ന് നിങ്ങൾ കാണുന്ന പുരോഗതിക്കെല്ലാം കാരണം ഹിന്ദുമതം പോലുള്ള മതങ്ങൾ, ഷിൻഡോയിസം പോലുള്ള മതങ്ങൾ, കൺഫ്യൂഷനിസം പോലുള്ള മതങ്ങൾ ഗ്രീക്കിൽ മുമ്പുണ്ടായിരുന്നു, ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പുണ്ടായിരുന്നു, ഗ്രീക്കിലും റോമിലൊക്കെ ഉണ്ടായിരുന്ന മതമാണ്. അപ്പം ലോകത്ത് മനുഷ്യന് ഏറ്റവും നാച്ചുറലായിട്ടുള്ള മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ ഏറ്റവും സമഗ്രതയിൽ അഡ്രസ്സ് ചെയ്യുന്ന മതം ഏതാണ്? അത് കൺവെൻഷനായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള മതങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലനിൽക്കുന്ന മതം ഏതാണ്? ഹിന്ദു മതമാണ്.